ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫോർമാറ്റ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. രണ്ട് സന്ദർഭങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. രണ്ടാമത്തേത്, ഉടനെ തന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഐ വരുമ്പോൾ ആം, വി, ദേ, യു പ്ലൂറൽ ഫോം എന്നിവ വരുമ്പോൾ ആർ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ ഫോം എന്നിവ വരുമ്പോൾ ഈസ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഐ ആം റൈറ്റിംഗ്. ഐ വന്നതുകൊണ്ട് ആം ചേർത്തു. റൈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അവൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഹീ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ ഈ എക്സാമ്പിൾസ് മനസ്സിലായി കാണുമല്ലോ. അവൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷീ ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ ദ കിച്ചൺ. ഷീല ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഷീല ഈസ് സിംഗിങ് എ സോങ്. ഗുപ്തൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഗുപ്തൻ ഈസ് റൈറ്റിംഗ് സംതിങ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഫോം ആണ്. അതിൻ്റെ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആരാണ് സംസാരിക്കുന്നത്? ഹൂ ഈസ് സ്പീക്കിംഗ്. നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഹൂ ആർ യു സ്പീക്കിംഗ് എബൌട്ട്. നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വാട്ട് ആർ യു ഡൂയിങ്. ഇവിടെയെല്ലാം ഹൂ, വാട്ട്, വിച്ച്, വെൻ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സന്ദർഭം, ഉടനെ നടക്കാൻ പോകുന്ന കാര്യം. ഞങ്ങൾ നാളെ കോട്ടയത്ത് പോവുകയാണ്, വി ആർ ഗോയിങ് ടു കോട്ടയം ടുമോറോ. അദ്ദേഹം അടുത്ത ആഴ്ച വരും, ഹീ ഈസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക്. അവർ അടുത്ത മാസം പരീക്ഷ എഴുതുകയാണ്, ദേ ആർ റൈറ്റിംഗ് ദ എക്സാം നെക്സ്റ്റ് മന്ത്. ഇവിടെ എല്ലാം ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, അധികം കാലതാമസമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഫോർമാറ്റ് എല്ലാം സെയിം തന്നെയാണ്. അടുത്തത് ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ഫോം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? വെൻ ആർ യു ഗോയിങ്. അവിടെ വെൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.